ഇന്നിപ്പോൾ ചൂണ്ടാൻ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ നമ്മളെ പിള്ളേർക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട പല്ലിക്കോര ഇടക്കും തലക്ക് തന്നെയാണ് അടിക്കണത്. പക്ഷെ ഇന്നലത്തായിട്ട് മെച്ചുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ബാക്കിയുള്ള എല്ലാവരും അവിടെ നിൽക്കണം. അവിടെ വലിയ പല്ലിക്കോരകൾ അടിക്കണം. ആ കീരുവിൻ്റെ റിസോർട്ടിൻ്റെ മുന്നിൽ മണ്ണിൽ ആ അറ്റത്തെ കല്ലിട്ടിന് അപ്പുറത്ത് ഒരാൾ നിൽക്കണുണ്ട്. അറ്റത്ത് കല്ലുമ്മ അതിൻ്റെ അപ്പുറത്ത്. ഇനിയിപ്പോൾ ഞാനൊന്ന് എറിഞ്ഞ് നോക്കട്ടെ, അവസാനം പറയാൻ എന്തോരം മീൻ കിട്ടിയെന്നിട്ടാ. കടലൊന്നുകൂടി സെറ്റാവാണ്ട് അവസ്ഥ മോശമായി നിൽക്കുന്നതാണ്. ഇടക്കും തലക്ക് അടിക്കണം, നല്ല അടിയില്ല. നമ്മളിവിടെ ഉള്ള ചെക്കനാട്ടാ. ഒരെണ്ണം പിടിച്ചടാ, നോക്കട്ടേന്നാ, കൊത്തട്ടേന്നാ, പിടിക്ക് വേഗം. അടുത്ത ആള് മീനടിക്കാൻ നോക്കട്ടെ. ഇടക്കും തലക്കും അടിക്കുന്നുണ്ട്. എപ്പോഴും ഇല്ല, ആദ്യത്തെ പോലെ എടുക്കുക പരിപാടിയില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വെള്ളം നല്ല വെള്ളം, നല്ല നീല വെള്ളം, വറ്റടിക്കുന്ന വെള്ളമാണ്. ഏറ്റാണ്, പക്ഷേ കടൽ സൈലൻ്റ് അതിൻ്റെ പേരിൽ ഏറ്റധികം ഫീൽ ചെയ്യില്ല. അങ്ങോട്ടൊന്ന് കയറും കുറച്ച് വെള്ളം, അത്രേ ഉള്ളൂ. നല്ല തരടിയില്ല. നോക്കട്ടെ കേട്ടോ, മീൻ കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് പറയാം. കണ്ട പല്ലിക്കോര അടിക്കുന്നുണ്ട് കേട്ടോ, ഇടക്കും തലക്കും. നല്ല വലിയ പല്ലിക്കോര കേട്ടോ. ഇതാണ് അവസ്ഥ. എന്തായാലും മീനെ പിടിച്ച് കൂട്ടട്ടെ, അവസാനം കാണിച്ചു തരാം എന്തായാലും മീനുണ്ട്. ഓക്കെ, മീൻ ഇത്ര നേരം അടിച്ചിരുന്നതാ, പക്ഷെ മീനിൻ്റെ അടി കുറഞ്ഞ്. അവിടെ ഒരാൾ നിൽക്കണണ്ട, മറ്റേ നീക്കുവല ഇടാൻ വേണ്ടി വന്നതാ, നീട്ടുവല. ഒരാളിതേ കടലിലുണ്ട്. കണ്ട ചൂണ്ടറാൻ്റെ അടുത്ത് വന്നിട്ട് വലട്ട് പോയി. വലട്ടിട്ട് വരുന്നേക്ക് ആള്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മീൻ കിട്ടിക്കൊണ്ടിരിക്കണം. അവരവിടെ നിന്ന് നോക്കും, മീൻ കിട്ടണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്നിട്ട് ഫുള്ള് വലട്ട് പോകും. കണ്ട, അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തം ഇവിടെ ഇപ്പം തീരും. ഞാൻ അറ്റത്തുള്ള കല്ലിട്ടിൽ അവിടെ ഒന്ന് പോയി നോക്കണം. അവിടെ ചിലപ്പോൾ മീൻ അടിക്കും. കണ്ട, അയാൾ നീക്കി അറ്റം വരെ വലട്ടിട്ട് വരുന്നു. മീൻ കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു, പക്ഷെ അതിപ്പോൾ തീരുമാനമായി. വലക്കാർ വല കയറ്റിയിട്ട് അവർ വല കയറ്റി. ഇനിയിപ്പോൾ അത് അടുത്ത വല ഇടാൻ പോകണമെന്ന് കാണിച്ചു തരാം. ഇപ്പം തന്നെ ഇട്ടിട്ടുള്ളോ, ഇട്ടിട്ട് അടുത്ത കയറ്റണം. നിറച്ച് മീനാട്ടോ, ഞണ്ടുണ്ട്, ഏട്ടുണ്ട്, പല്ലിക്കോരുണ്ട്. വലിക്കണ പല്ലിക്കോരുണ്ട്, ഞണ്ടുണ്ട്, ഏട്ടുണ്ട്. അവസ്ഥ കണ്ടില്ലേ? ഇതൊക്കെ നമ്മളെ ചൂണ്ടലുമ കിട്ടേണ്ട പല്ലിക്കോരകളാണ്. നമ്മളെ ചൂണ്ടലുമ കിട്ടേണ്ട പല്ലിക്കോരാണ് അവർക്ക് മലയിൽ. ഭയങ്കര പ്രശ്നമാണ് ചൂണ്ടുന്ന സമയത്ത് വലക്കാർ വന്നാൽ. നീ നിൽക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ മൂളൽ കേൾക്കുമ്പോൾ, വെള്ളത്തിൽ അതിൻ്റെ മൂളലുണ്ടാവും. ആ മൂളൽ വന്നു കഴിഞ്ഞാൽ മീൻ നിൽക്കില്ല, മീനൊക്കെ പോവും. ഒരു 5-6 ദിവസത്തിന് ശേഷം മീനൊന്ന് വന്ന് തുടങ്ങിയത്.
അപ്പുറത്തുള്ള ആൾക്കൊരു തരണ്ടി കിട്ടിയുള്ളൊക്കെ ഉണ്ടോ? 1/2 കിലോ ഉണ്ടാവും. നിറച്ച് പിടിച്ചേടാ. മീനടിയില്ല. അവിടെ 2ാമത്തെ വലയിട്ട് 3ാമത്തെ വലയിട്ട് ആള് ഇത് അടുത്ത വല അറ്റത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെ ഉണ്ടോ? അത് കാരണം മീനടിയില്ലാണ്ടായി. 2 വല കടലിലേക്ക് എടുക്കണം. ഞങ്ങളിവിടെ പൊക്കാഞ്ചേരിയിലേക്ക് തന്നെ വന്നിട്ടോ. അത്യാവശ്യം മീൻ കിട്ടിയ 5-6 കിലോ മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മനാഫുക്ക ഇവരെല്ലാവരും ഉണ്ട്. യൂസ് കുറേ പേരുണ്ടായിരുന്നു അവിടെ. എല്ലാവർക്കും അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് പൊക്കാഞ്ചേരിയിൽ നിന്ന്. ഇപ്പോൾ ഉണ്ടായി കവർ നിറച്ച് മീനാണ്. കുറേ ഉണ്ടായില്ല മീൻ. 5-6 കിലോ ഉണ്ടാവും എന്തായാലും. ഉണ്ടോ? അടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ട് മീൻ. അപ്പോൾ എന്തായാലും ഓക്കെ കേട്ടോ. ചൂണ്ടട്ടെ.